നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത്? ഇങ്ങനെ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യ മുമ്പ് കണ്ടിട്ടുണ്ടോ? ബംഗാളിൽ ഇന്നലെ പ്രസംഗിക്കുന്നു, ഇന്ത്യയിൽ ഹിന്ദുക്കൾ രണ്ടാം കിട പൗരന്മാരാണ്. പിന്നെ പറയുന്നു UPA അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എല്ലാം ജിഹാദി വോട്ടർമാർക്ക് വോട്ട് ജിഹാദിന് കൊടുക്കും. എന്താണ് ഇങ്ങനെ മോദി ഇങ്ങനെ കടുത്ത വർഗീയത മാത്രം പറഞ്ഞ് പ്രസംഗിക്കുന്നത്? ഹിന്ദുക്കൾ എവിടെയാണ് രണ്ടാം കിട പൗരന്മാരായിരിക്കുന്നത്? ഹിന്ദുക്കൾ ഇന്ത്യയിൽ പല രീതിയിലും രണ്ടാം കിട പൗരന്മാരാണ്. എന്നുവെച്ചാൽ ഇന്ത്യയിൽ ഏത് പോളിസി തീരുമാനിച്ചാലും അതിനൊരു മുസ്ലിം വീറ്റോ ബാധകമാണ്. അവർ വീറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ആ പോളിസി കംപ്ലീറ്റ് ഇല്ലാതെ പോകും, അല്ലെങ്കിൽ അവർ വലിയ കലാപങ്ങൾ സൃഷ്ടിക്കും. ഇപ്പോൾ 2019 പാസ്സായതാണ് CAA. അതിൻ്റെ ചട്ടങ്ങളുണ്ടാക്കി വന്ന് ഇപ്പോൾ 2024 നിയമം ഉണ്ടാക്കിയപ്പോഴും സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തു, ചട്ടങ്ങൾ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തു. ശരി, സുപ്രീം കോടതിയിൽ ആർക്കും എന്തും ചലഞ്ച് ചെയ്യാം. പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ വലിയ കലാപം ഉണ്ടാക്കി അല്ലേ? രണ്ട് സമയത്ത് ചുരുക്കി പറഞ്ഞാൽ നേരെ ചൊവ്വേ ഈ CAA ഇപ്പോഴും നടക്കുന്നില്ല, ഡ്യൂ ടു സിവിൽ റെസിസ്റ്റൻസ്. അവരെ മൈൻഡ് ചെയ്യാതെ ആ പ്രോസസ്സ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ എല്ലാവരും സമ്മതിച്ച് നടക്കുന്ന പ്രോസസ്സും ഭയങ്കര സമരങ്ങളിലൂടെ നടക്കുന്ന പ്രോസസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ ആവശ്യം, അത് ന്യായമോ അന്യായമോ ആയിക്കോട്ടെ, അവരുടെ അഭിപ്രായം ആണ് നമ്പർ 1. അവരൊരു സാധനം, അത് രാജ്യത്തിന് എത്ര ഗുണകരമാണോ എന്തുമായിക്കോട്ടെ, അവർ വീറ്റോ ചെയ്താൽ അത് നടപ്പാക്കാൻ പറ്റില്ല. അങ്ങനെയൊരു സാഹചര്യം ഭാരതത്തിലുണ്ട്. അത് നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ പോലും ഉണ്ട്. അദ്ദേഹത്തിന് വഴങ്ങുന്ന ഒരാളല്ല, പക്ഷേ പലപ്പോഴും വഴങ്ങേണ്ടി വരുന്നു. കാരണം മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഒരു ക്രിട്ടിക്കൽ മാസാണ് ഭാരതത്തിൽ. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭാരതത്തിലൊരു 20% മുസ്ലിങ്ങളുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. കേരളത്തിൽ ഒരു 30-32ഒക്കെയാണ് മുസ്ലിങ്ങളുടെ ശതമാനം. മുസ്ലിങ്ങളുടെ ഹിതത്തിന് വിരുദ്ധമായ എന്തെങ്കിലും കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഫലത്തിൽ എന്തായി? ഹിന്ദുക്കൾ രണ്ടാം കിട പൗരന്മാരെ ഈ ചേട്ടൻ സമ്മതിച്ചാൽ നമുക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചേട്ടൻ്റെ സമ്മതമാണ്. ചേട്ടൻ പറയണം അത് വേണ്ടാന്ന് പറഞ്ഞു, അല്ല അത് കുടുംബത്തിന് നല്ലതല്ല, വേണ്ട ഞാൻ പറയുന്നത് മതി, ഇല്ലെങ്കിൽ ഞാൻ കായികമായിട്ട് നേരിടും. എത്ര ലോ ആൻഡ് ഓർഡർ പ്രശ്നം വരും ഒരു രാജ്യത്തിന് നേരിടാൻ പറ്റും? ഇങ്ങനെ വന്ന് ഫലത്തിൽ ഹിന്ദുക്കൾ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസാണ്. ആ ഹിന്ദു സൈഡിന് വേണ്ടി ആർഗ്യൂ ചെയ്യുന്ന പ്രമുഖന്മാർ, അതിലൊന്ന് ആനന്ദരംഗനാഥനാണ്. ആനന്ദരംഗനാഥൻ ഹിന്ദുക്കൾ 8ാം ക്ലാസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 8th ക്ലാസ് സിറ്റിസൺ, 2ാം ക്ലാസ് പോലും അല്ല, 8ാം ക്ലാസ് ആണെന്ന്. ആ 8 കാരണങ്ങളും അദ്ദേഹം എഴുതി, അദ്ദേഹം അത് ബുക്കാക്കി പ്രസിദ്ധീകരിച്ചു. ലക്ഷക്കണക്കിന് കോപ്പി ചിലവായത് ആമസോണിൽ കിട്ടാനുണ്ട്. ഏതാ ബുക്ക്? ആ ബുക്കിൻ്റെ പേര് ഐ തിങ്ക് ഹിന്ദുസ് ആർ 8th ക്ലാസ് സിറ്റിസൺസ് എന്നാണ് ആ പേരെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. ചെറിയൊരു ബുക്കാണ്, 100-110 പേജേ ഉള്ളൂ. അതിൽ അദ്ദേഹം 8 കാരണങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഓരോ ക്ലാസ് ആയിട്ട് ഇവർ പുറകോട്ട് പോയിട്ട് ഈ 8th ക്ലാസ് എന്ന് വെച്ചാൽ 8ാം ക്ലാസ്സിൽ എത്തിയെന്നല്ല, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 1 മുതൽ മുകളിലേക്കാണ് ഇറങ്ങിയതാണ്, 8ാം തരത്തിലേക്ക് ഇറങ്ങി. അതിൻ്റെ കാരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കണം. ഫലത്തിൽ കേരളത്തിൽ വന്നപ്പോൾ എന്തായത്? മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കണമെന്നായി. മുസ്ലിങ്ങൾക്കുള്ളിലെ പിന്നോക്ക വിഭാഗം എന്നുള്ളത് വിട്ടു. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നിലവിൽ വന്നതോടെയാണ് ഈ കേന്ദ്ര സർക്കാരിൽ ഒരു ന്യൂനപക്ഷ മന്ത്രാലയം ഉണ്ടായതും അതിന് ബജറ്റ് വിഹിതം കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് കൂട്ടി വരുമല്ലോ. മോദിയും ഇപ്പോൾ കൂട്ടി കൊടുക്കുന്നുണ്ട്. അതേസമയം മുസ്ലിങ്ങളിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ? ഇല്ല. മുസ്ലിങ്ങളിലെ ക്രീമി ലെയർ അത് അടിച്ചുകൊണ്ട് പോകുന്നു. ഇനിയിപ്പോൾ ക്രീമി ലെയർ എന്ന് പറഞ്ഞിട്ട് അടുത്ത എന്തെങ്കിലും നിയമം കൊണ്ടുവരണം. ഇങ്ങനെ എന്ത് ഭാരതത്തിൽ ചെയ്യാൻ പോയി കഴിഞ്ഞാലും അതിനകത്ത് മുസ്ലിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കും. ഏകീകൃത സിവിൽ കോഡ് അവരുടെയും കൂടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ആണില്ല. എത്രയോ മുസ്ലിം രാജ്യങ്ങളിൽ ആണിനും പെണ്ണിനും ഒരേ അവകാശമാണുള്ളത്, അച്ഛൻ്റെ സ്വത്താണ്.
ഇവിടെ അതില്ല, അതവർ സമ്മതിക്കില്ല. അപ്പോൾ ഇവിടുത്തെ ഇസ്ലാം ഒരു പ്രത്യേക ഇസ്ലാമാണ്, ഹമാസ് ഇസ്ലാമാണ്. ഹമാസ്, ISIS, ബോക്കോ ഹറാം, ലഷ്കർ എ തൈബ, അൽ ഖൈദ, ഈ ടൈപ്പിലുള്ള ഇസ്ലാമാണ് ഭാരതത്തിലുള്ളത്. ഇസ്ലാമിക നേതൃത്വം ഇപ്പോഴും അവരുടെ അണികളൊന്നും ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പക്ഷേ അവർക്ക് പറയാൻ പേടിയാണ്. പറഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകും. മഹല്ല് കമ്മിറ്റിയുടെ നേതാക്കന്മാർ ഇവരുടെ ശവടക്കാൻ സമ്മതിക്കില്ല. അറിയാമല്ലേ, പല രീതിയിൽ സോഷ്യൽ ബോയ്ക്കോട്ട് ചെയ്യുക ഇങ്ങനെ ചെയ്യും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ജനസാമാന്യം അങ്ങനെ കഴിയുന്നു. രാഷ്ട്രീയക്കാർ ഈ പറഞ്ഞ നേതാക്കന്മാരെ ആശ്രയിച്ച് ഇവരുടെ ബൾക്കായിട്ട് വോട്ട് കിട്ടും. അതുകൊണ്ട് അവരും അതിന് വഴങ്ങുന്നു. BJPക്ക് പോലും അതിന് വഴങ്ങേണ്ടി വരുന്നു. കാരണം ജനാധിപത്യമാണ്, അവരുടെ ബ്ലോക്ക് വോട്ട് വേണ്ടേ. അപ്പോൾ കുറച്ചെങ്കിലും അവർ പറയുന്നത് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ വരുമ്പോഴാണ് മറ്റുള്ളവർ, ഹിന്ദുക്കൾ മാത്രമല്ല മറ്റുള്ളവർ വാസ്തവത്തിൽ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസായിട്ട് മാറും. ഇതാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഇതൊരു സാമൂഹ്യ സത്യമാണ്. ഇത് പറയുന്നതിൽ തെറ്റെന്താ? അല്ല TG, ഇത് പ്രതിപക്ഷം പറയുന്നത് ഇത് ഒരു റിയാലിറ്റിയാണ്. TG പറഞ്ഞ് ഞാനും സമ്മതിക്കുന്നു. അത് പാർട്ടി പറയട്ടെ, പ്രധാനമന്ത്രി എല്ലാവരുടെയും കൂടെയല്ലേ. പ്രധാനമന്ത്രി ഇങ്ങനെ വർഗീയമായി രാജ്യത്തെ വിഭജിക്കുന്ന തരത്തിൽ പറയാമോ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അല്ല, പാർട്ടിയും പറയുന്നുണ്ട്. പാർട്ടിയുടെ ഒരു ഭാഗമാണ് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി എല്ലാവരുടെയും കൂടെയല്ലേ, ഹിന്ദുക്കളുടെ മാത്രമല്ല, എല്ലാവരുടെയും കൂടെയാണ്. ഇലക്ഷൻ വരുമ്പോൾ പ്രധാനമന്ത്രി പാർട്ടിയുടെ നേതാവും കൂടെയാണ്. പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ക്യാമ്പയിൻ ചെയ്യുന്നത്. പ്രധാനമന്ത്രി എന്നുള്ള കപ്പാസിറ്റിയിലല്ല അദ്ദേഹം അവിടെ പോകുന്നത്. പാർട്ടിക്ക് പറയാനുള്ളത് പ്രധാനമന്ത്രിയും പറയും, പോളിറ്റ് ബ്യൂറോയ്ക്ക് പറയാനുള്ളത് പിണറായി വിജയൻ പറയും. അപ്പോൾ ധ്രുവീകരണം ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും. അത് ശരിയാണോ? രാജ്യത്തിന് ഗുണം ചെയ്യുമോ? രാജ്യത്തിന് ഗുണം ചെയ്യുമോ എന്നുള്ളതല്ല, ധ്രുവീകരണം ഭൂമിയിൽ ഉള്ളതാണ്. എല്ലാവരും ധ്രുവീകരിക്കപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇസ്ലാമിൽ എന്താ ധ്രുവീകരണമില്ലേ? മുസ്ലിം കാഫിർ, ക്രിസ്ത്യാനികൾക്ക് വിശ്വാസി അവിശ്വാസി, ബിലീവർ ആൻഡ് ഹെററ്റിക് എന്ന് പറയും അവരുടെ ഭാഷയിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉള്ളവൻ ഇല്ലാത്തവൻ, അല്ലെങ്കിൽ മുതലാളി തൊഴിലാളി. ഇത് ധ്രുവീകരണമല്ലേ? ഇതാണ് ധ്രുവീകരണം. അല്ല, വാസ്തവത്തിൽ ധ്രുവീകരണം ഇല്ലാത്ത ഏക തത്വശാസ്ത്രം ഹിന്ദുത്വമാണ്. അതെ, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു. അപ്പോൾ ധ്രുവീകരണം ചൂണ്ടിക്കാണിക്കേണ്ട ബാധ്യതയും ഈ ധ്രുവീകരണം ഇല്ലാത്തവരുടെ ചുമതലയാണ്. ഈ നടക്കുന്നതാണ് ധ്രുവീകരണം എന്ന് ചൂണ്ടിക്കാണിക്കണം. ധ്രുവീകരണം ചൂണ്ടിക്കാണിക്കുന്നവൻ കുറ്റക്കാരനാകുന്നത് എങ്ങനെയാണ്? അങ്ങനെ ആവില്ലല്ലോ. ആ ധ്രുവീകരണം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിലൊരു ധ്രുവീകരണം ഉണ്ടാകും. ധ്രുവീകരണം ചെയ്യുന്നവരും ചെയ്യാത്തവരും രണ്ട് ഗ്രൂപ്പ് ഉണ്ടാകും. ആ പോളറൈസേഷനാണ് നിങ്ങൾ എതിർക്കുന്നത്. വാസ്തവത്തിൽ ആ പോളറൈസേഷൻ എതിർത്തുകൂടാ. അതാണ് ശരിയായ തത്വം. മറ്റേതാണ് ധ്രുവീകരണം. അപ്പോൾ കാലിൽ മന്തുണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ച് കഴിയുമ്പോൾ ഞാൻ മന്തിനെ പറ്റി സംസാരിക്കുന്നു മോശമല്ലേ എന്നൊക്കെ പറയുന്നത്, ഉള്ള മന്ത് മാറ്റാൻ നോക്ക്. ആദ്യം ഞാൻ പറയുന്നത് സത്യമാണല്ലോ. മന്ത് ഒരു മോശപ്പെട്ട കാര്യമാണ്, പക്ഷേ അതെന്നെ കൊണ്ട് പറയിക്കുന്നതാണ് നിങ്ങളുടെ കാലിൽ അതിരിക്കുന്നത്. രണ്ട് കാലിലും മല പോലത്തെ മന്ത്. ഇത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റുമോ? ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇന്ത്യൻ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യലബ്ധിക്ക് തൊട്ട് മുമ്പ് ജിന്നയുടെ നേതൃത്വത്തിൽ ആവശ്യപ്പെട്ടതാണ് വേറൊരു രാജ്യം എന്നുള്ളത്. ആ രാജ്യം നമ്മൾ കൊടുത്തു. അങ്ങനെ അവിടേക്ക് പോകാൻ താല്പര്യമുള്ളവർ പോയി. പിന്നീട് ഈ ബാക്കിയുള്ളവർ ഇന്ത്യയിൽ തുടരാൻ ആഗ്രഹിച്ചവരാണ്. പിന്നെ എന്തിനാണ് ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറഞ്ഞൊരു വകുപ്പും സിദ്ധാന്തവും ഒക്കെ കൊണ്ടുവന്നതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ അന്നത്തെ കാലാവസ്ഥയുണ്ടല്ലോ, ആ കാലാവസ്ഥയിൽ അത് കൊണ്ടുവന്നവരെ ഞാൻ കുറ്റം പറയുകയുമില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് നോക്കിയാൽ അറിയാം. അന്ന് പാകിസ്ഥാൻ വേറെയായി, ഇന്ത്യ വേറെയായി. ഇപ്പോൾ സാധാരണഗതിയിൽ പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് കൊടുത്തു, മതത്തിൻ്റെ പേരിലായിരുന്നു കാര്യമൊക്കെ ശരി. ഇവിടെയുള്ള ഹിന്ദുക്കളുടെ സ്വാഭാവിക പ്രതികരണം എന്തായിരിക്കും? ബാക്കി മുസ്ലിങ്ങളും കൂടെ ഇറങ്ങിപ്പോടാ ഇവിടെ നിന്ന് എന്ന് പറയും. ഇവർ ഭൂരിപക്ഷമാണ് താനും. അന്ന് ഹിന്ദുക്കൾ 85% ഭൂരിപക്ഷമാണ്. അപ്പോൾ ഭൂരിപക്ഷം ബലം പ്രയോഗിച്ച് ന്യൂനപക്ഷത്തെ ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകാം. അതുണ്ടായിക്കൂടാ എന്ന് തീരുമാനിച്ചിട്ടാണ് ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുത്തത്. പ്രൊട്ടക്ഷനാണ്. ആർട്ടിക്കിൾ 29, 30 ഒക്കെ പ്രൊട്ടക്ഷനാണ്. റൈറ്റ് ആയിരുന്നില്ല. പ്രൊട്ടക്ഷൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, മെല്ലെ ഈ നമ്മളൊരു ജോലിക്കാരന് അവൻ നിന്ന് ജോലി ചെയ്യുന്നു,
ഒരു സ്റ്റൂൾ കൊടുത്തേക്കാവുന്ന ഇരിക്കട്ടെ, ആ സ്റ്റൂൾ അയാളുടെ അവകാശം, പിന്നെ അത് മാറ്റാൻ പറ്റില്ല. നമ്മളങ്ങോട്ടൊരു ഔദാര്യമാണ് ചെയ്തത്, സ്റ്റൂൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തതാണ്, പിന്നെ അത് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ ഈ സംരക്ഷണം അവകാശമായി, അവകാശം പദവിയായി. ഇപ്പം ന്യൂനപക്ഷ പദവിയാണ്, കിരീടമൊക്കെ വെച്ചിങ്ങനെ വലിയ സിംഹാസനത്തിലിരിക്കുന്നു. ഇപ്പോൾ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഏതെങ്കിലും നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ടതാണോ? അംഗീകരിക്കപ്പെട്ടതാണ്. സുപ്രീം കോടതിയാണ് ഈ സകല പോക്കൃത്തരത്തിനും കൂട്ടുനിന്നത്. സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയാണ് ഇത് വ്യാഖ്യാനിച്ച് ഇവിടം വരെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 29, 30 ഒക്കെ എഴുതുമ്പോൾ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് അവരുടെ ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും പഠിപ്പിക്കാനും ഒക്കെ അവകാശമുണ്ട്. അതിന് സിമ്പിൾ അർത്ഥം, അവർ ബൈബിൾ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ ഉപദ്രവിക്കരുത്, അവർക്ക് അത് നടത്താനുള്ള അവകാശമുണ്ട്. ഇത്രയേ ഉള്ളൂ ഭരണഘടനയിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന സംരക്ഷണം. ഈ സാധനം സെക്യുലർ വിദ്യാഭ്യാസം നടത്തുന്ന സ്കൂളുകൾക്കും കൂടെ ബാധകമാണ് എന്നാക്കിയത് സുപ്രീം കോടതിയാണ്. പിന്നെ ഈ സെക്യുലർ വിദ്യാഭ്യാസം നടത്തുന്നവരുടെ അധ്യാപകരുടെ ശമ്പളം സർക്കാർ കൊടുക്കുകയും അധ്യാപക നിയമനം മാനേജ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്ന ഭോഷ്കിനും സുപ്രീം കോടതി ശരിവെച്ചു. ആ ഭോഷ്ക് നടന്നത് കേരളത്തിലാണ്. സുപ്രീം കോടതി അത് ശരിവെച്ചു, തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ കേസ് വന്നു കഴിഞ്ഞപ്പോൾ, വിഖ്യാതമായ ആന്ധ്രയിലെ കേസാണ് ഉണ്ണികൃഷ്ണൻ കേസ്, വിദ്യാഭ്യാസ രംഗത്തെ ലാൻഡ്മാർക്ക് കേസാണ്. ഇത് വന്നു കഴിഞ്ഞപ്പോൾ പ്രൈവറ്റ് കോളേജിലെ ഫീസ് അവർക്ക് തീരുമാനിക്കാം എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് പോയിട്ട് TMA പൈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ മാന്യമായ ഒരു ലാഭം കൂടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഉണ്ടാക്കാമെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഈ ന്യൂനപക്ഷ അവകാശം ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും കൂടെ കൊടുക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു. TMA പൈ വാസ്തവത്തിൽ ക്രിസ്ത്യാനിയും മുസ്ലിമുമല്ല, കൊങ്ങിണിയാണ്, ഭാഷാ ന്യൂനപക്ഷമാണ്. ഗോവയിൽ കൊങ്ങിണിമാർ ഭാഷാ ഭൂരിപക്ഷമാണ്, പക്ഷേ കർണാടകയിൽ ഭാഷാ ന്യൂനപക്ഷമാണ്. ആ പഴുതിലൂടെയാണ് TMA പൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗ്രേറ്റ് ആണ് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. നമ്പർ 1 കോളേജസ്, മെഡിക്കൽ കോളേജ്, അത് ഇതൊക്കെ നടത്തുന്ന വലിയ കോർപ്പറേറ്റ് ഭീമനാണ് TMA പൈ. പക്ഷേ അങ്ങേര് എടുത്ത റൂട്ടുണ്ടല്ലോ, ഈ ഭാഷാ ന്യൂനപക്ഷം എന്നുള്ള റൂട്ട്, ആ റൂട്ടിലൂടെ അങ്ങേര് പോയിട്ട് ഫ്ലറിഷ് ചെയ്തു. കേരളത്തിലെ കൊങ്ങിണിമാർക്ക് ഇത് ചെയ്യാമായിരുന്നു, പക്ഷേ അവർക്കതിനുള്ളൊരു പ്രാപ്തിയില്ലാതെ പോയി. അങ്ങനെ ആലപ്പുഴയിലെ TD മെഡിക്കൽ കോളേജ് സർക്കാർ കൊണ്ടുപോയെന്ന് വെച്ചാൽ ഇവർ സറണ്ടർ ചെയ്തതാണ്. സറണ്ടർ ചെയ്തതെന്ന് പറഞ്ഞാൽ കൊങ്ങിണിമാർ ഇപ്പോൾ തല്ലാൻ വരും. ഇതെങ്ങനെ തിരിച്ചു പിടിക്കണം എന്നുള്ള ആലോചനകൾ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. തിരിച്ച് സർക്കാർ കൊടുത്തില്ല. കരുണാകരൻ അവരോട് പറഞ്ഞു, സർക്കാരിലേക്ക് കൊടുത്ത എന്തെങ്കിലും സാധനം തിരിച്ചു കിട്ടിയ ചരിത്രമുണ്ടോ എന്ന് ചോദിച്ചു കരുണാകരൻ. ബട്ട് സ്റ്റിൽ അതിന് പഴുതുണ്ടാവും എന്നൊക്കെ അവർ വിശ്വസിക്കുന്നു, പ്രവർത്തിക്കും. ഏതായാലും ഇവരെക്കാൾ സ്മാർട്ടായിരുന്നു കർണാടകത്തിൽ TMA പൈ നേടി. ചുരുക്കി പറഞ്ഞ് വിദ്യാഭ്യാസം സംശുദ്ധ കച്ചവടമാക്കി വ്യാഖ്യാനിച്ച് മാറ്റിയത് ഈ സുപ്രീം കോടതിയാണ്. കേന്ദ്ര സർക്കാർ ഓരോ തവണയും സുപ്രീം കോടതി വിധി വരുമ്പോൾ കേന്ദ്ര സർക്കാർ സന്തോഷിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ ഇതിന് ഉടക്ക് വെച്ചിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നില്ല. അതാത് സമയത്ത് ഈ ലെജിസ്ലേഷൻസ് മാറ്റിയിരുന്നെങ്കിൽ നടപ്പാകുമേ. ഇപ്പോഴും കേന്ദ്രത്തിലും കേരളത്തിൽ സംസ്ഥാനത്തിലും നോക്കിക്കോളൂ, MLA MPയുടെയൊക്കെ ചുമതല എന്താണെന്ന് ചോദിച്ചാൽ MLA MP വിശ്വസിക്കുന്നതും ഇപ്പോൾ നാട്ടുകാർ വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും റോഡ് പണി, പാലം പണി, വഴിവിളക്ക് തെളിയിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ജോലി എന്നാണ്. ഇവിടെ റോഡ് നന്നാക്കുന്ന ആളിനെ ഞങ്ങൾ വോട്ട് ചെയ്യും. MP വിചാരിച്ചാൽ റോഡ് നന്നാക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞ ഏക MP ഉണ്ട് കേട്ടോ, തൃശ്ശൂർ സുരേഷ് ഗോപിയോട് ഈ റോഡ് കുഴിയായിട്ട് കിടക്കുന്നില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു, അത് ശരിയാക്കണം, അതിനൊരു കാര്യം ചെയ്യണം, കേരളത്തിലെ അധികാരം BJPക്ക് തരണം, അല്ലാതെ ഞാൻ വിചാരിച്ചാൽ ഈ റോഡ് നന്നാക്കാൻ പറ്റില്ല. അത് കണ്ടുകൊണ്ട് ആരും എനിക്ക് വോട്ടും ചെയ്യരുത്. ഞാൻ വിചാരിച്ചാൽ നടക്കില്ല ഈ റോഡ്. എൻ്റെ കീഴിലല്ല അത്, MPയുടെ അധികാരപരിധിയിൽപ്പെട്ട സാധനമേ അല്ല റോഡ് കലുങ്കുന്നത്. അപ്പോൾ MPമാർ ചെയ്യേണ്ടിയിരുന്നത് സമയാസമയങ്ങളിൽ ഈ നിയമങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. കോടതി വിധികളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാനും ബൈപ്പാസ് ചെയ്യാനും സർക്കംവെൻറ്റ് ചെയ്യാനും ഒക്കെയുള്ള നിയമങ്ങൾ സ്മാർട്ടായിട്ട് പാസ്സാക്കുക എന്നുള്ളതാണ്. ആ ധർമ്മം MPമാരും മറന്നു.
ലോക്സഭ എന്ന് പറഞ്ഞാൽ ഒരു ചന്തയാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ വലിയ ബഹളം നടക്കും. കുറേ പേരെ സസ്പെൻഡ് ചെയ്ത് എന്തൊക്കെയോ സംസാരിച്ചു. അത് കുറേ ബില്ല് പാസ്സായി, കുറേ ബില്ല് പാസ്സായില്ല. സെബാസ്റ്റ്യൻ പോൾ MP ആയിരുന്നപ്പോൾ ഇവിടെ എറണാകുളത്ത് നിന്ന് MP ആയിട്ട് പോയല്ലോ. സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു, വലിയ ബഹളം നടക്കുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ 2-3 മണിക്കൂർ അവിടെ ഇരുന്നു. അവസാനം ബഹളമൊക്കെ ക്ഷമിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങിയപ്പോൾ ഞാനും ഇറങ്ങി. പ്രതിപക്ഷ MP ആയിരുന്നു, ഇറങ്ങി. പിറ്റേ ദിവസം ഈ ഹിന്ദു പത്രത്തിലാണ് ഞാൻ വായിക്കുന്നത് 110 ബില്ല് എന്ന് പാസ്സായി എന്ന്. 110 ബില്ല് മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ്. ബില്ല് ഗില്ലറ്റിൻ ചെയ്യുക എന്ന് പറയുന്ന സമ്പ്രദായം ലോക്സഭാ ചട്ടങ്ങളിലുണ്ട്. ബില്ല് അവതരിപ്പിക്കും, പാസ്സായതായിട്ട് ഭരണകക്ഷി പ്രഖ്യാപിക്കും, സ്പീക്കർ ശരിവയ്ക്കും, കഴിഞ്ഞു. അതാണ് ഗില്ലറ്റിൻ. അപ്പോൾ ഇങ്ങനെ ബില്ല് ഗില്ലറ്റിൻ ചെയ്തിട്ട് 110 ബില്ല് ആ സഭയിൽ ഹാജരായിരുന്ന സെബാസ്റ്റ്യൻ പോളിനെ പറ്റി സാമാന്യം കാര്യങ്ങളെപ്പറ്റി നല്ല ജ്ഞാനമുള്ള മനുഷ്യന് പോലും മനസ്സിലാവാത്ത രീതിയിൽ ബില്ലുകൾ പാസ്സായിപ്പോയി. ഇതാണ് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ നടക്കുന്നത്. ഈ ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ ദുർബലമായി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ മനഃപൂർവ്വം ദുർബലമാക്കുകയും ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തി അവരുടെ വോട്ട് വാങ്ങുകയും ചെയ്യുന്ന മോഡിലേക്ക് എല്ലാവരും പോയി. അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നു. ദെർഫോർ ഹീ ഈസ് സ്പീക്കിംഗ് ബ്ലണ്ട്, ഓപ്പണായിട്ട് കാര്യങ്ങൾ തുറന്നു പറയും. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് ഈ മതേതര മനസ്സുള്ള ആളുകൾക്ക് വലിയ വിഷമം തോന്നും. ഞാനൊരിക്കൽ ഈ ഖുറാനിലെ ചില സെൻറ്റൻസസ് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് ക്രിസ്ത്യാനിയാണ്, ഡൊമിനിക് പറഞ്ഞു, മോഹൻദാസെ ആകെ കൂടെ ശരിയാവുന്നില്ല. ഞാൻ പറഞ്ഞു, നാളെ ഞാൻ ഖുറാൻ കൊണ്ടുവരാം. ഡൊമിനിക് വായിക്കുന്നു. പിറ്റേ ദിവസം ഞാനിത് കൊണ്ടുവന്ന് ഡൊമിനിക്കിൻ്റെ കയ്യിൽ കൊടുത്തു. DC ബുക്സ് പബ്ലിഷ് ചെയ്ത ഖുറാനാണ്. പാളയം ഇമാം അബ്ദുൽ ഗഫാർ മൗലവി പരിശോധിച്ച് ഒക്കെ ഇറക്കിയതാണ്. ഇത് ഡൊമിനിക്കിന് കൊടുത്തു. ഡൊമിനിക് വായിച്ചു, ആകെ വിഷമിച്ചു. അത് വീട്ടിൽ കൊണ്ടുപോയി 4 ദിവസം വെച്ച് വായിച്ച് തിരിച്ചു കൊണ്ടുവന്ന് തന്ന്. ഇതെനിക്ക് കാര്യം മോഹൻദാസ് പറയുന്ന ആർഗ്യുമെൻ്റൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് വല്ലാത്ത ഡിസ്റ്റർബൻസ് ആകുന്നു. ഈ ഡിസ്റ്റർബൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സത്യം മറച്ചു വെച്ച് നമ്മൾ സുഖമായിട്ട് മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങുന്നു. ആ പുതപ്പൊന്ന് മാറ്റിക്കഴിയുമ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ല, തിരിച്ച് ആ പുതപ്പ് നമ്മൾ വലിച്ചു. ഇതാണ് സംഭവിക്കുന്നത്. ഡിസ്റ്റർബായിട്ട് കാര്യമില്ല. ദിസ് ഈസ് ദ ട്രൂത്ത്. ആ സത്യം എത്ര കാലം നിങ്ങൾ മറച്ച് ഈ കമ്പിളിപ്പുതപ്പ് മൂടി കിടക്കും? ഒടുവിൽ ഈ ബിൽഡിംഗ് തന്നെ ഇടിഞ്ഞ് നിങ്ങളുടെ തലയിൽ വീഴും. നിങ്ങൾക്ക് ഞരങ്ങാൻ പോലും സമയം കിട്ടില്ല. അപ്പോൾ അത് സത്യം നേരത്തെ മനസ്സിലാക്കുക. അല്ല, അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞാൽ മാത്രമേ ഇത് യേശുള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇദ്ദേഹം പ്രധാനമന്ത്രിയാണ്. പിന്നെ അദ്ദേഹത്തിന് വീണ്ടും ഈ കൂച്ചുവിലങ്ങുകൾ വീഴും. പ്രധാനമന്ത്രിയാണ്, എല്ലാവർക്കും വേണ്ടി സംസാരിക്കണം. പക്ഷേ അങ്ങനെ സംസാരിക്കണമെന്നില്ല. ഇതേ മോദി മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ അസ്വസ്ഥത തോന്നുന്നില്ല സുനിലിന്. മൻമോഹൻ സിംഗ് ഇത് പറഞ്ഞപ്പോൾ വല്ല അസ്വസ്ഥതയും തോന്നിയോ? ഫസ്റ്റ് റൈറ്റ് ടു യൂസ് ഓൺ അവർ റിസോഴ്സസ്, അത് മൈനോറിറ്റീസിനാണ് എന്ന് മൻമോഹൻ സിംഗ് പ്രസംഗിച്ചപ്പോൾ ആർക്കും ഒന്നും തോന്നിയില്ല. അന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലിയിലും ആയിരുന്നില്ല, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലും ലോക്സഭയിലുമാണ് പറഞ്ഞത്. അന്ന് ആർക്കും അസ്വസ്ഥത തോന്നിയില്ല. കുറേ BJP-ക്കാർ ബഹളം വെച്ചതല്ലാതെ. പക്ഷേ തിരിച്ച് ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. അപ്പം അത് നമ്മൾ കേട്ട് ശീലിച്ചതിൻ്റെ ഈ മതേതരത്വത്തിൻ്റെ അജ്ഞതയുടെ സുഖം. പക്ഷേ ഇവർ പറയുന്നത് ആദ്യഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പരാജയം മണത്തു BJP. അത് മറികടക്കാൻ വേണ്ടി ഹിന്ദു മുസ്ലിം വർഗീയത ഇങ്ങനെ രാജ്യത്ത് സ്പ്രെഡ് ചെയ്യുകയാണ്. അങ്ങനെയാണെന്ന് വെച്ചോ, അതിലെന്താ തെറ്റ്? അങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത്? വികസനം പറഞ്ഞിട്ടല്ലേ, സർക്കാർ ചെയ്ത നേട്ടങ്ങൾ പറഞ്ഞിട്ടല്ലേ? അല്ല, ഇതെല്ലാം കൂടെ പറയാം. തെരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ട് നിങ്ങൾക്ക് ഏത് തന്ത്രവും ഉപയോഗിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. ഞാൻ പറയുന്നത് മോദിക്ക് ഒരു പരാജയ ഭീതിയുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അർത്ഥം EVM-ൽ കള്ളമില്ല എന്നാണ്, അല്ലേ? ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ എൻ്റെ സ്നേഹിതൻ നികേഷ് കുമാർ എപ്പോഴും പറയും, മോദി ജയിക്കില്ല, ബട്ട് ജയിക്കുകയാണെങ്കിൽ അത് EVM-ൽ കള്ളത്തരം കാണിച്ചിട്ടായിരിക്കും. EVM-ൽ കള്ളത്തരം നടത്തി എല്ലാം റെഡിയാണെങ്കിൽ പിന്നെ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ അർത്ഥം EVM-ൽ കള്ളത്തരമില്ല. ഒരു രാഷ്ട്രീയക്കാരന്, പ്രധാനമന്ത്രി രാഷ്ട്രീയക്കാരനും കൂടെയാണ്, രാഷ്ട്രീയക്കാരൻ ജനങ്ങളെ ഭയക്കണം. അന്ധഭയം ഇറുക്കട്ട്, മനസ്സിലായി? ജനങ്ങളെ എല്ലാവരും ഭയക്കണം, നരേന്ദ്രമോദി അടക്കം. ജനങ്ങളെ ഭയന്നാണ് രാഷ്ട്രീയക്കാരൻ കഴിയേണ്ടതും ഭരിക്കേണ്ടതും. എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇതെങ്ങനെ ജനങ്ങളെ ബാധിക്കും എന്നൊരു ചിന്ത എപ്പോഴും ഉണ്ടാവണം.
ആ ഭയപ്പെടേണ്ടത് ഏത് ജനത്തിനെയാണെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു വെച്ചിട്ടുണ്ട്. താഴ്ന്നതിൽ താഴ്ന്നവനായ, ഏറ്റവും അങ്ങേ അറ്റത്ത് നിൽക്കുന്ന അവശനായ അവന് ഗുണമുണ്ടാകുമോ ദോഷമുണ്ടാകുമോ എന്ന് വേണം ഓരോ പോളിസി നിങ്ങൾ തീരുമാനിക്കണം. അവനെ മനസ്സിൽ കാണണം, അവനെ ഭയക്കണം. ഇത് പറഞ്ഞു തന്നത് മഹാത്മാഗാന്ധിയാണ്. അതുകൊണ്ട് മോദി ഭയക്കുന്നെങ്കിൽ അതൊരു നല്ല ഗുണമാണ്. ഭയം എപ്പോഴും ഒരു ചീത്ത വികാരമൊന്നുമല്ല. മരണഭയം ഒരു നല്ല കാര്യമില്ല. അതാണ് മനുഷ്യൻ്റെ ജീവനെ നിലനിർത്താനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ മരണപരാക്രമം എന്ന് പറയുന്നത് മരണം ഉണ്ടാവാതിരിക്കാനുള്ള പരാക്രമമാണ്. അതൊരു പോസിറ്റീവ് ക്വാളിറ്റിയാണ്. അപ്പം ഭയം ഒരു മോശപ്പെട്ട കാര്യമാണ് എപ്പോഴും എന്ന് വിചാരിക്കുന്നത്. ഭയക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഏതായാലും മോദി ഇനിയും സത്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരിക്കും. തീർച്ചയായും പറയും. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ടെമ്പോ ആയിരിക്കില്ല, ഈ സംസാരമായിരിക്കില്ല. കാരണം ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ചില കാര്യങ്ങൾ ചോദ്യമുണ്ട്. അപ്പോഴേ അതിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് പുറത്തൊരു ഡിസിഷൻ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം ഉയർത്തിയ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ എന്തെങ്കിലും മോദി ചെയ്യുമോ? തീർച്ചയായിട്ടും ചെയ്യും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. 100% വിജയിച്ചിട്ടൊന്നുമില്ല, 100% സാധിച്ചിട്ടില്ല. ഞാൻ മോദിയുടെ വലിയൊരു പരാജയമായിട്ട് കാണുന്നത് കാർഷിക ബില്ലാണ്. അത് പിൻവലിക്കരുതായിരുന്നു എന്ന് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു. പക്ഷേ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയൊക്കെ പോയി എന്നുള്ളത് നമുക്കറിയില്ല. രണ്ടാം കർഷക സമരം എന്ന് പറഞ്ഞ് ആയിപ്പോയല്ല. ആദ്യത്തെ കർഷക സമരം അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. വളരെയധികം നീണ്ടുപോയി, ഒരു വർഷത്തിലധികം നീണ്ടുപോയി. ഒടുവിൽ വെച്ച കാലം പുറകോട്ടെടുക്കേണ്ടി വന്നു. ബട്ട് അത് ഒരു ബ്യൂട്ടിഫുൾ ബില്ലാണ് ആ കർഷക ബില്ല്. അതൊരു സുനിൽ ആലോചിച്ച് നോക്ക്. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ എടുക്കുന്നു. ഗോതമ്പ് വേണം, പൾസ് സീരിയൽസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ്. അതിൽ തട്ടി നോക്കിക്കഴിയുമ്പോൾ ലക്നൗവിലാണ് ഏറ്റവും വില കുറവ് ഗോതമ്പിന്. സുനിലിനാകെ 5 കിലോ ഗോതമ്പ് മതി. 5 കിലോ ഈ ആപ്പിൽ ഓർഡർ ചെയ്തു. ഈ 5 കിലോ വെച്ച് എത്ര പേര് കേരളത്തിൽ ഓർഡർ ചെയ്യുന്നുണ്ടെന്നറിയാം. 5 കിലോ പാക്കറ്റായിട്ട് ഇത് ട്രെയിനിൽ 3-ാം പക്കം റെയിൽവേ സ്റ്റേഷനിലെത്തും. അല്ലെങ്കിൽ ഈ ആമസോൺ ചെയ്യുന്ന പോലെ വീട്ടിൽ ഡെലിവറി ചെയ്യും. യു വിൽ ഗെറ്റ് ഗുഡ് വീറ്റ്. സുനിലിന് ഇഷ്ടപ്പെട്ട അത് ഹരിയാനയിലെ ഗോതമ്പ് വേണം. നമുക്കൊരു കാര്യം, മഹാരാഷ്ട്രയിലെ ഗോതമ്പുണ്ടല്ലോ, ആ സ്വർണ്ണ നിറമുള്ള ഗോതമ്പാണ്, അത് മതി. ചുവപ്പ് നിറമുള്ള ഗോതമ്പാണ്, അത് മതി. യു ക്യാൻ സെലക്ട്. വരാപ്പുഴയിലെ അരി വേണം, നാഗർകോവിലെ വെണ്ടയ്ക്ക വേണം. ഇതെല്ലാം ഓൾ ഓപ്ഷൻസ് ആർ അവൈലബിൾ. യു ബൈ ദാറ്റ്. എന്തിനായി ഇടനിലക്കാരൻ? ആ കാലം കഴിഞ്ഞു. ഇനി ഇടനിലക്കാർ വേണം തന്നെ വയ്ക്കുക. ഇടനിലക്കാർക്കും ഇത് ചെയ്യാം. നമ്മുടെ ചെറിയ കച്ചവടക്കാരുണ്ടല്ലോ, അവർക്ക് ഒരാഴ്ചയിൽ 100 കിലോ സവാളയെ ചിലവാകും. ഒരാഴ്ച അയാൾ 200 കിലോ ഓർഡർ ചെയ്യുന്നു. നേരെ മഹാരാഷ്ട്രയിലെ കർഷകനാണ് ലാസൽഗാം. അവൻ അവിടെ ഇത് പാടത്തിട്ട് മൂടിക്കളയുകയാണ് ചെയ്യുന്നത്. 10 രൂപ പോലും കിലോയ്ക്ക് കിട്ടുന്നില്ല. പാടത്ത് തന്നെ ഇട്ട് മൂടറ, അടുത്ത കൃഷിക്ക് വളമാകട്ടെ എന്ന്. ആ സമയത്താണ് കേരളത്തിൽ നിന്ന് ചടപടയെന്ന് പറഞ്ഞിട്ട് നാരായണൻ, തങ്കപ്പൻ, ജോസഫ്, മമ്മൂക്ക ഇവരെല്ലാം ഇവരുടെ പലചരക്കടയിലേക്ക് 100-200 കിലോ വെച്ച് നോക്കിക്കഴിയുമ്പോൾ 500 ടൺ സവാള 20 രൂപയ്ക്ക് ഞങ്ങൾ എടുത്തോളാം, അല്ലെങ്കിൽ 25-30 രൂപയ്ക്ക് ഞങ്ങൾ എടുത്തോളാം. അവിടെ നിന്ന് ഇങ്ങോട്ട് വിടുന്നു. ഇവിടെ കൊണ്ടുവന്ന് ഈ നമ്മുടെ ചെറുകിട കടകളിലെല്ലാം കിട്ടുന്നു. 3-4 ദിവസത്തെ താമസം വരും. 4 ദിവസം കൊണ്ടൊന്നും സവാളയ്ക്കൊന്നും സംഭവിക്കില്ല. എവറിത്തിങ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ഇന്ത്യ. ആസാമിലെ പഴം സുനിൽ തിന്നിട്ടുണ്ടോ? ഇല്ല. ഞാൻ ആസാമിൽ പോയിട്ട് തിന്നിട്ടുണ്ട്. ഒരു തെങ്ങിൻ്റെ പകുതിയോളം പൊക്കമുള്ള വാഴയാണ്. ഭയങ്കര പൊക്കത്തിലാണ് വാഴ. ഏണി വെച്ച് കയറി പിന്നെ തോട്ടി വെച്ചൊക്കെ കൊല. അത്ര ബലമുണ്ടോ അത് കയറി പറിക്കാൻ? ബലമുണ്ട്, നല്ല പൊക്കമുണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അസാമാന്യമായ സ്വാദാണ് ആ പഴത്തിന്. ആസാമീസ് അത് വലിയ കാര്യമായിട്ട് എടുക്കാറുമില്ല. അവർ മൈൻഡ് ചെയ്യില്ല. അവരുടെ പറമ്പിൽ അവിടെ കുറെ ചക കിടക്കും. ആരെങ്കിലും തിന്നില്ല. അങ്ങനെ ആർക്കും വേണ്ടാത്ത ഒരു പറമ്പിൽ നിന്നാണ് ഞങ്ങൾ 2-3 പേര് കൂടെ ബുദ്ധിമുട്ടി പറിച്ച് തിന്നു. ഇത്രയും സ്വാദുള്ളൊരു പഴം ഞാൻ കഴിച്ചിട്ടില്ല. ഇത് ഒരു വെറൈറ്റിയാണത്. ഭാരതത്തിലെ എന്തൊരു വെറൈറ്റിയാണ് നമ്മളുടെ ഭക്ഷ്യസാധനങ്ങൾക്കൊക്കെ. ഒരേ സാധനമായിരിക്കും, ഒരേ വെണ്ടയ്ക്കായിരിക്കും. ഡൽഹിയിൽ കിട്ടുന്നതും ബാംഗ്ലൂർ കിട്ടുന്നതും എറണാകുളത്ത് കിട്ടുന്നതും കുമളിയിൽ കിട്ടുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ശരിയാണ്. കുമളിയിൽ പോകുമ്പോഴൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് അരി വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. ചില പ്രത്യേക അരിയാണത്.
അതെന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു പ്രത്യേക സ്വാദാണ്. 5-10 കിലോ വാങ്ങിച്ചുകൊണ്ട് വരും. ഇതെല്ലാം നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി ഓർഡർ ചെയ്യാം. ആമസോണിൽ കിട്ടുന്ന പോലെ ഈ സാധനം കിട്ടിക്കൊണ്ടിരിക്കും. വാട്ട് വാസ് റോങ് വിത്ത് ദാറ്റ്? നിങ്ങളുടെ മണ്ടി സമ്പ്രദായം, നിങ്ങളുടെ ആ കൊള്ളയടി ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ നിൽക്കുന്നു. അതിനെ പുള്ളി ഡിസ്റ്റർബ് ചെയ്തില്ല. എപ്പാർട്ട് ഫ്രം ദാറ്റ്, ഒരു കർഷകന്, ഹരിയാനയിലൊരു കർഷകന് കേരളത്തിലെ ആളുകൾക്ക് സാധനം സപ്ലൈ ചെയ്യണമെങ്കിൽ അത് കൊടുക്കാനും വാങ്ങാനും ഒരു സംവിധാനം പുള്ളി ഉണ്ടാക്കി. ഇത്രയേ ഉള്ളൂ. ഇതാണ് കാർഷിക ബില്ല്. മാത്രമല്ല, കാർഷിക ബില്ല് ഇന്ത്യ മൊത്തം ആപ്ലിക്കബിളാണ്. എന്താ ഈ പഞ്ചാബിലെ കർഷകർ മാത്രം ബഹളം വയ്ക്കാൻ കാര്യം? കേരളത്തിലെ കർഷകന് വിഷമമില്ലേ? തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഒറീസ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഇവിടെയൊക്കെ കർഷകരുണ്ട്. അവരാരും പ്രതിഷേധിക്കാൻ എന്താ? പഞ്ചാബ് മാത്രം. എന്നിട്ട് പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ അയ്യോ പൊത്തുന്ന സമരമൊക്കെ തീർന്നു. അപ്പോൾ അതൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് സമരമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ആ വെച്ച കാലം പുറകോട്ടെടുത്തു. ബട്ട് ഐ ഹോപ്പ് ഇറ്റ് വിൽ. കാരണം കോൺഗ്രസ്സും ഒക്കെ ഈ മണ്ഡി സമ്പ്രദായം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ഏറ്റവും വലിയ ബഹളം വെച്ചത് കോൺഗ്രസ്സാണ്. പക്ഷേ കർഷക സമരം വിജയിക്കുന്നു അല്ലെങ്കിൽ പച്ച പിടിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് കാലു മാറി. ശിരോമണി അകാലിദൾ മോദിയുടെ ക്യാബിനറ്റിൽ ഇരുന്നിട്ട് ഈ ഓർഡിനൻസിന് അപ്രൂവൽ കൊടുത്ത ആൾക്കാരാണ് ശിരോമണി അകാലിദൾ. അവരും പുറത്ത് ബഹളമായി കഴിഞ്ഞപ്പോൾ പതുക്കെ കാലു മാറി. എല്ലാവരും കൂടെ മോദിയെ പുറകിൽ നിന്ന് കുത്തുകയായിരുന്നു. നിസ്സഹായനായി പോയി അദ്ദേഹം വെച്ച കാലം പുറകോട്ടെടുത്തു. അതല്ലാതെ ഹിസ് ഇൻറ്റൻഷൻസ് ആർ വെരി ക്ലിയർ. പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പലവിധ കാരണങ്ങൾ കൊണ്ട് എല്ലാമൊന്നും നടപ്പിലായിരിക്കാം. ബട്ട് ഒരു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ നമുക്ക് ചോദ്യം ചെയ്യാം. മോദിയുടെ ഈ പ്രസംഗവും ഒരു മാനിഫെസ്റ്റോയാണ്. തീർച്ചയായിട്ടും ആണ്. അതിൻ്റെ പ്രായോഗികത എങ്ങനെയാവും? അല്ല, അതിൽ ഈ പ്രസംഗം മാനിഫെസ്റ്റോ ആകുന്നത് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയെ പുള്ളി എതിർക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ് എതിർക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല എന്നൊരർത്ഥം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ലെങ്കിൽ പിന്നെ എങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും, അത് അടുത്ത അർത്ഥം. അങ്ങനെയാണ് മാനിഫെസ്റ്റോ ആയിട്ട് മാറുന്നത്. അല്ലാതെ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ച ഐറ്റം. അതെ, അത് മനസ്സിലായി. ഏതായാലും മൂന്നാം മോദി സർക്കാർ ഈ കാര്യത്തിലൊക്കെ എന്ത് ചെയ്യുമെന്ന് നമുക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ കാണാൻ പറ്റുമായിരിക്കും. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.